ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളും ഓരോ സ്കൂളുകളും അതിമനോഹരമായിട്ടാണ് ഓരോ റൗണ്ടുകളും പെർഫോം ചെയ്തു വരുന്നത്. വാശിയേറെ മത്സരങ്ങൾ തന്നെയാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഒരിക്കൽ കൂടി എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ആദ്യം വജ്രവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലെ വജ്രവ്യൂഹത്തിനായിട്ട് നമ്മുടെ 2 ടീമുകളും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടീമിനെ സ്വാഗതം ചെയ്യാം. അമൃത കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്. പേരെങ്ങനെയായിരുന്നു? ധ്വനി. എത്രാം ക്ലാസ്സിലാ? 8ല്. ആദിശങ്കർ 8ല്. ഒരേ ക്ലാസ്സിലാണോ? ആ. ക്ലാസ്സിൽ എങ്ങനെ കൂട്ടാണോ? വേറെ ഡിവിഷനാ. വേറെ ഡിവിഷനാണ്. അപ്പൊ ഈ പഠിക്കുന്നതൊക്കെ എങ്ങനെയാ പഠിച്ചേ? ഓരോ ചാപ്റ്റർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണോ പഠിച്ചേ? ഒരുമിച്ച് തന്നെ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പൊ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ആ. എന്തായാലും നമുക്ക് അടുത്ത ടീമിനെയും കൂടെ സ്വാഗതം ചെയ്യാം. GVHSS മങ്കട. പേര്? അഞ്ജലി. എത്രാം ക്ലാസ്സിലാ? 9ല്. ആര്യ +2. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ മാർക്കും സ്കോർ ചെയ്തായിരുന്നു. അതെ. അപ്പം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളും. അതെ. അവര് കഴിഞ്ഞ പ്രാവശ്യത്തെ ആവേശമുള്ളതുകൊണ്ട് കൂടുതലും മേടിക്കാനായിട്ട് നോക്കും. പ്രാവശ്യം നിങ്ങൾ ഒപ്പം തന്നെ സ്കോർ ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ചോദ്യം ചോദിക്കാനുള്ള ആളെ വിളിച്ചാലോ? നമുക്ക് സ്വാഗതം ചെയ്യാം ലക്ഷ്മി ടീച്ചർ. അപ്പൊ കുട്ടികളും ടീച്ചറും റെഡിയായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് തീർച്ചയായും. അപ്പൊ എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മള് വജ്രവ്യൂഹവുമായി ഒരുമിച്ചിരിക്കുകയാണ് അല്ലെ. ഭഗവത്ഗീതയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് കുറെ ചോദ്യങ്ങൾ കണ്ടുപിടിച്ചത്. ഇത്രയും മിടുക്കരായിട്ടുള്ള കുട്ടികൾ, ഏത് ചോദ്യം തന്നാലും അതിന് ഉത്തരം പറയുന്ന കുട്ടികൾ. അപ്പൊ അവരോട് വാസ്തവത്തിൽ ഇത് നിങ്ങള് മാർക്ക് കുറയണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഈ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഭഗവത്ഗീത പഠിക്കണം, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പൊ അങ്ങനെ വജ്രവ്യൂഹത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവത്ഗീതയുടെ ആശയങ്ങളെ, ഭഗവത്ഗീതയിലൂടെ കടന്നുപോയ വരികളെ, അങ്ങനെയാണ് നമ്മൾ ഇതിലെ ചോദ്യങ്ങളായി തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. വജ്രവ്യൂഹം ആരംഭിക്കുന്നു. അമൃത കൈരളി വിദ്യാഭവൻ നെടുമങ്ങാടിനോടാണ് ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതാ. അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. ഇതൊരു ഭഗവത്ഗീതയിലെ പ്രസ്താവമാണ്. അനിത്യങ്ങളായതിനാൽ തിതിക്ഷ ശീലിക്കുവാൻ ഭഗവാൻ ഉപദേശിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ മാത്രാസ്പർശാഹ, ഓപ്ഷൻ ബി ആഗമാപായിനഃ, ഓപ്ഷൻ സി ആതതായിനഃ, ഓപ്ഷൻ ഡി ശീതോഷ്ണാഹ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. അനിത്യങ്ങളായതിനാൽ ശീലിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നത് എന്തിന്? ഭഗവത്ഗീതയിലെ വരിയാണ് നമുക്ക് വേണ്ടത്. ഭഗവത്ഗീതയിലെ വരിയാണ്. വേഗം ലോക്ക് ചെയ്യൂ. സമയം കഴിഞ്ഞു. വേഗം സമയം കഴിഞ്ഞു. എ മാത്രാസ്പർശാസ്. എ മാത്രാസ്പർശ ലോക്ക് ചെയ്യുന്നു. ഇത് ലോക്ക് ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഇത് 4 ഭഗവത്ഗീതയിലെ വരികളാണ്. പക്ഷെ ഇവിടെ ഏത് യോജിക്കുന്നു എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഏതാ ശരി ഉത്തരം എന്ന് നോക്കാം. മാത്രാസ്പർശാഹ ഇവിടെ തെറ്റാണ്. ശരി ഉത്തരം ഏതായിരിക്കും? നിങ്ങൾക്ക് അറിയാമോ ശരി ഉത്തരം ഏതാന്ന്? ഇല്ല. നമുക്ക് നോക്കാം ശരി ഉത്തരം ഏതാന്ന് നോക്കാം. ഈ ചോദ്യത്തിന് ഇതെല്ലാം ഭഗവത്ഗീതയിൽ അനിത്യങ്ങളോട് യോജിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ അനിത്യാഹ, അപ്പോ അത് ബഹുവചനമായിരിക്കും. അതുകൊണ്ട് കൃത്യമായി ആഗമാപായിനോ അനിത്യാഹ എന്ന ഭഗവത്ഗീത വാക്യമാണ് ഇവിടെ യോജിക്കുന്നത്. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. അപ്പൊ ഈ ഓപ്ഷനിൽ പലതും അനിത്യങ്ങൾ എന്നതിനോട് യോജിക്കാം. പക്ഷേ അനിത്യാഹ എന്ന് ചോദിച്ചത് കൊണ്ട് ആഗമാപായിനോ അനിത്യാഹ എന്നതേ നമുക്ക് ഇവിടെ യോജിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ സെമിഫൈനൽ ആണ്. ഓപ്ഷൻസ് വളരെ കൃത്യമായി, ചെറിയ വ്യത്യാസമുള്ള ഓപ്ഷൻസേ നമുക്ക് ഉണ്ടാവുള്ളൂ.
അതുകൊണ്ടാണ് നമുക്ക് ഇതിന് മാർക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് അടുത്ത പ്രാവശ്യം സ്കോർ ചെയ്യാം. നന്നായി പഠിച്ചിട്ടില്ലേ? ഭഗവത്ഗീതയിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിച്ചില്ലേ? അപ്പൊ ആത്മവിശ്വാസത്തോടെ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. താഴെ പറയുന്നവയിൽ ഭക്തന്റെ ലക്ഷണം ഏതാണ്? ഓപ്ഷൻ എ അനപേക്ഷൻ, ഓപ്ഷൻ ബി അനവദ്യൻ, ഓപ്ഷൻ സി അവ്യയൻ, ഓപ്ഷൻ ഡി അന്തര്യാമി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്തന്റെ ലക്ഷണമാണ് ചോദിച്ചത്. നിങ്ങളുടെ സമയം ആരംഭിക്കും. അന്തര്യാമൻ അനപേക്ഷ അഭിനയുണ്ട്. അനവധ്യൻ അന്തര്യാമയിലിരിക്കുന്നു. ആരാണ്? ഇത് രണ്ടും എന്തായാലും ഉണ്ട്. ഇത് രണ്ടും എത്ര വേഗം ലോക്ക് ചെയ്തോളൂ. ഇതാണ് നല്ല ചോദിച്ചത്. അപ്പൊ അനപേക്ഷൻ അല്ലേ വരാ? തന്നെ തോന്നി. ഭക്തന്റെ ലക്ഷണമാണ് ചോദിച്ചത്. വേഗം ലോക്ക് ചെയ്യൂ. ഓപ്ഷൻ എ അനപേക്ഷൻ. ഓപ്ഷൻ എ അനപേക്ഷൻ. ഇനി ഒന്നും ആലോചിക്കാനില്ലല്ലോ, ഇല്ല. അവസാനിപ്പിക്കാം. അപ്പൊ ഓപ്ഷൻ എ അനപേക്ഷൻ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ശരിയാണോ? ഇതിൽ ഭക്തന്റെ ലക്ഷണമുണ്ട്, ഭഗവാന്റെ ലക്ഷണമുണ്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ഏതാണ്ട് ഒരേപോലെയാണ് എല്ലാ വാക്കുകളും. അപ്പൊ ശരി ഉത്തരം പറഞ്ഞുതരും. നോക്കാം. യെസ്, ഏതായിരുന്നു ശ്ലോകം? അനപേക്ഷോ ഹി ഗതിർ അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോമത് ഭക്ത സമേ പ്രിയ. എനിക്ക് പ്രിയപ്പെട്ട ഭക്തനെയാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു തന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേവന്മാരിൽ വെച്ച് ഭഗവാൻ ആരെന്നാണ് അർജുനനോട് പറയുന്നത്? ഓപ്ഷൻ എ രുദ്രൻ, ഓപ്ഷൻ ബി വാസവൻ, ഓപ്ഷൻ സി സോമൻ, ഓപ്ഷൻ ഡി പാവകൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ലോക്ക് ചെയ്തോളൂ. ഓപ്ഷൻ ബി വാസവൻ. ഓപ്ഷൻ ബി വാസവൻ. അപ്പുറത്തേലേക്കൊന്നും പോണില്ലല്ലോ. രുദ്രനാണോ എന്ന് സംശയമില്ലല്ലോ? ഇല്ലല്ലോ. ഇല്ല. ഉറപ്പിച്ചോട്ടെ, രണ്ടുപേരും കൂടെ തീരുമാനിച്ചതല്ലേ? യെസ്. അപ്പൊ ഓപ്ഷൻ ബി വാസവൻ നമ്മൾ ലോക്ക് ചെയ്യുന്നു. നമുക്ക് ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി വാസവൻ ശരിയായ ഉത്തരം. 10 മാർക്ക്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ അടുത്ത ചോദ്യം: ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠതരമായി ഭഗവത്ഗീത ഭക്തിയോഗത്തിൽ പരാമർശിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ യോഗാഭ്യാസങ്ങൾ, ഓപ്ഷൻ ബി കർമാനുഷ്ഠാനങ്ങൾ, ഓപ്ഷൻ സി കർമ്മഫലത്യാഗം, ഓപ്ഷൻ ഡി വേദശാസ്ത്ര പാരായണങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠതരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. പറഞ്ഞു. ഓപ്ഷൻ സി കർമ്മഫലത്യാഗം. കർമാനുഷ്ഠാനങ്ങൾ വേണ്ട? വേണ്ട. ഓപ്ഷൻ എ വേണ്ട? വേണ്ട. ഇത്ര ഉറപ്പാ? പിന്നെ എനിക്കും സംശയമൊന്നുമില്ല. നമുക്ക് ആലോചിച്ച് നോക്കാം, ഇത് തന്നെയായോ ശരിയെന്ന് ആലോചിക്കാം. ഓപ്ഷൻ സി കർമ്മഫലത്യാഗം ലോക്ക് ചെയ്യുന്നു. ശരിയായിരിക്കോ? ഇതിന് പല യോഗാഭ്യാസങ്ങളായിക്കൂടെ ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠം? യോഗാഭ്യാസം അല്ല അങ്ങനെ തോന്നിയത്? ശ്രേയോ ഹി ജ്ഞാനം അഭ്യാസാത്. നോക്കാം. ധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് എന്താ നോക്കാം. കർമ്മത്യാഗം. നോക്കാം. യെസ്, ശരി ഉത്തരം. ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. ഭഗവത്ഗീത 12-ാം അധ്യായത്തിലെ ഭക്തിയോഗത്തിലെ ശ്ലോകമാണ്. അപ്പൊ ഇവിടെയും നമുക്ക് 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. മദ്ഭാവാ മാനസാ ജാതാ. ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിലെ വരികളാണിത്. ഭഗവാന്റെ മനസ്സിൽ നിന്നും ഭഗവത് പ്രഭാവത്തോടെ ജനിച്ചവർ ആരെല്ലാമാണ്? ഓപ്ഷൻ എ സപ്തർഷിമാർ, ഓപ്ഷൻ ബി നരനാരായണന്മാർ, ഓപ്ഷൻ സി അഷ്ടവസുക്കൾ, ഓപ്ഷൻ ഡി ഏകാദശ രുദ്രന്മാർ. ഇതിൽ ഏതാണ് ഭഗവാന്റെ മനസ്സിൽ നിന്നും ഭഗവത് പ്രഭാവത്തോടെ ജനിച്ചത്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എ സപ്തർഷിമാർ. ആഹാ, ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ഉത്തരം പറഞ്ഞല്ലോ. ലോക്ക് ചെയ്തേക്കട്ടെ. അവർക്ക് ഒരു സംശയമില്ല, കൃത്യമായി ഭഗവത്ഗീതയൊക്കെ ബൈഹാർട്ട് ചെയ്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എ സപ്തർഷിമാർ ലോക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഓപ്ഷൻ എ സപ്തർഷിമാർ, ഭഗവാനിൽ നിന്നും ഭഗവത് പ്രഭാവത്തോടെ ജനിച്ചവർ. നന്നായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ, മിടുക്കര് കുട്ടികളല്ലേ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
യോ മദ്ഭക്ത സമേപ്രിയ. പലയിടത്ത് ഭഗവാൻ ഇത് ആവർത്തിക്കുന്നുണ്ട്. ആണ്. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തൻ ആരാണ്? ഈ ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരം പറയുക. ഭക്തന്റെ ലക്ഷണം പലയിടത്ത് ഭഗവാൻ ആവർത്തിക്കുന്നു. ഓപ്ഷൻ എ സമാധിസ്ഥൻ, ഓപ്ഷൻ ബി സന്തുഷ്ടൻ, ഓപ്ഷൻ സി സാധകൻ, ഓപ്ഷൻ ഡി സ്തുതിശീലൻ. ഇതിലേതാണ് നമുക്ക് വേണ്ടത് എന്ന് കൃത്യമായി ഉത്തരം പറയുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സന്തുഷ്ടം നല്ല സന്തുഷ്ടനല്ലേ? പക്ഷെ അവിടെ പറയുന്നുണ്ട് സുഖങ്ങളിലും ദുഃഖങ്ങളിലും വരെ അതല്ല അല്ലേ? സന്തുഷ്ടം പറഞ്ഞു. ഓപ്ഷൻ ബി സന്തുഷ്ടൻ. ഓപ്ഷൻ ബി സന്തുഷ്ടൻ, സമാധിശീലൻ, സാധകൻ ഇതൊക്കെ വിട്ടിട്ട് സന്തുഷ്ടനിൽ ഉറപ്പിക്കുകയാണ്. നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി സന്തുഷ്ടൻ ആണോ? സന്തുഷ്ടനാണ് ഭക്തൻ എന്ന് തോന്നുന്നുണ്ടോ? സമാധിശീലനല്ലേ ഭക്തൻ? എല്ലാത്തിലും സന്തുഷ്ടൻ ആയിരിക്കണം ഭക്തൻ. ആണോ? നമുക്ക് ആലോചിച്ച് നോക്കാം. ഭഗവത്ഗീത എന്താ പറയുന്നത് നോക്കാം. ഓപ്ഷൻ ബി സന്തുഷ്ടൻ. ശരി ഉത്തരം. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. ഞാനാണോ ചൊല്ലണ്ടേ? അപ്പൊ മയ്യർപ്പിത മനോബുദ്ധർ യോ മത് ഭക്ത സമേ പ്രിയ. അടുത്ത ചോദ്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. സോ അമൃതത്വായ കൽപ്പത്തെ. ഈ വരികൾ കേട്ടിട്ടുണ്ടാവും. ഭഗവത്ഗീത സന്ദർഭമനുസരിച്ച് അമൃതത്വത്തിന് ആരാണ് യോഗ്യൻ? ഓപ്ഷൻ എ സത്യവാദിയായ ധീരൻ, ഓപ്ഷൻ ബി സുഖദുഃഖങ്ങളെ സമമായി കാണുന്ന ധീരൻ, ഓപ്ഷൻ സി ഇന്ദ്രിയവൃത്തികളെ അറിയുന്ന ധീരൻ, ഓപ്ഷൻ ഡി കർമ്മനിരതനായ ധീരൻ. ധീരനാണെന്ന് മനസ്സിലായി, പക്ഷെ ഇതിൽ ഏതാണെന്നാണ് സംശയം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി സുഖ ദുഃഖങ്ങളെ സമമായി കാണുന്ന ധീരൻ. ആണോ? ഉറപ്പ്? ഉറപ്പ്. നോ സംശയം? ഇല്ല. അപ്പൊ പിന്നെ അങ്ങ് ഉറപ്പിക്കാം അല്ലെ? അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ബി സത്യവാദിയായ ധീരൻ. ധീരൻ തന്നെയാണ്. കർമ്മനിരതനായ ധീരൻ. ധീരൻ തന്നെയാണ്. ധീരനാണ്. നോക്കാം. സുഖദുഃഖങ്ങളെ സമമായി കാണുന്ന ധീരനാണോ ഉത്തരം എന്ന് നോക്കാം. ശരിയായ ഉത്തരം. അയാൾക്കാണ് അമൃതത്വം. എന്താ അമൃതത്വം എന്ന് പറഞ്ഞാല്? മൃതം എന്ന് വെച്ചാൽ മരണം. മരണമില്ലാത്ത അമരത്വം എന്നും നിലനിൽക്കുന്നതാരാ? സുഖത്തെയും ദുഃഖത്തെയും സമമായി കാണുന്ന ധീരനാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവ്യയമായ ജ്ഞാനം വിവസ്വാന് ഉപദേശിച്ചത് ആരാണ്? ഓപ്ഷൻ എ മനു, ഓപ്ഷൻ ബി ഇക്ഷ്വാകു, ഓപ്ഷൻ സി വേദവ്യാസൻ, ഓപ്ഷൻ ഡി ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇവര് 4 പേരും ഈ അവ്യയമായ ജ്ഞാനത്തിന്റെ പ്രയോക്താക്കളാണ്. ഇതിൽ വിവസ്വാൻ ഉപദേശിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. നിങ്ങളുടെ സമയം ആരംഭിക്കും. ഓപ്ഷൻ ഡി ഭഗവാൻ കൃഷ്ണൻ. അതിലെനിക്കൊരു ചെറിയ സംശയമുണ്ട്. സംശയമില്ല. സംശയമില്ലേ? ഉറപ്പ്? നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? തെറ്റിപ്പോയാൽ എന്നെ ഒന്നും പറയരുത്. ഇല്ല. അപ്പൊ നമുക്കത് ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ഡി ഭഗവാൻ ശ്രീകൃഷ്ണൻ. മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇതൊക്കെ വേദവ്യാസനിലൂടെ കടന്നുപോയി. ഇങ്ങനെയൊക്കെയല്ലേ? അല്ല, ശ്രീകൃഷ്ണൻ വിവസ്വാൻ ഉപദേശിച്ച്, വിവസ്വാൻ മനുവിന് ഉപദേശിച്ച്, മനു ഇക്ഷ്വാകു. അതാണോ പരമ്പര? അതെ. അതാണെങ്കിൽ നമുക്ക് നോക്കാം. എനിക്ക് ചെറിയ സംശയം തോന്നി. ഈ ഇക്ഷ്വാകുവിനാണോ മനുവിനാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നോക്കാം. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടുമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്താ ശ്രീകൃഷ്ണൻ എന്ന് ഉറപ്പിക്കാൻ കാരണം? ഞാൻ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. യെസ്, പ്രോക്തവാൻ അഹം അവ്യയം. അപ്പൊ ഇത് ശരി ഉത്തരമാണ്. ഇതില് 10 മാർക്ക്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളുടെ അടുത്ത ചോദ്യം. ഭഗവത്ഗീതയിൽ തസ്മാത് അപരിഹാര്യർത്ഥേ, പരിഹരിക്കാനാവാത്തത് എന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? ഓപ്ഷൻ എ ജീവസ്യ ഗതിഃ, ഓപ്ഷൻ ബി ധീരസ്യ മനഃ, ഓപ്ഷൻ സി ജാതസ്യ മൃത്യുഃ, ഓപ്ഷൻ ഡി കർമ്മസ്യ ഗതിഃ. ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് ആലോചിക്കാം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി ജാതസ്യ മൃത്യു. ഉറപ്പ്? ജീവന്റെ ഗതിയല്ല? അല്ല. ഓപ്ഷൻ ബി അല്ല? അല്ല. ഓപ്ഷൻ ഡിയും അല്ല? അല്ല. സി ജാതസ്യ മൃത്യു. ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാം. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ സി ജാതസ്യ മൃത്യു.
ശരി ഉത്തരാണോ? നോക്കാം. ഉത്തരം ശരിയാണ്. ജാതസ്യ മൃത്യുഹു. ശ്ലോകം ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് ചൊല്ലാം. അപ്പൊ നോക്കാം, ഏതാ ശ്ലോകം? ജാതസ്യ ഹി ധ്രുവോ മൃത്യു. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. നിങ്ങൾ ഈ ഉത്തരം പറഞ്ഞു, ഓപ്ഷൻ പറഞ്ഞു, പക്ഷെ അതിലും കൂടുതൽ സന്തോഷം എന്താ അറിയോ? നിങ്ങൾ ഈ ഭഗവത്ഗീത ശ്ലോകങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും സന്തോഷം തരുന്നത്. ഏറ്റവും നല്ല റൗണ്ട് ആയിരുന്നു. ഏതാണ്ട് ഭഗവത്ഗീതയുടെ എല്ലാ ആശയങ്ങളെയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൗണ്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാലും ആ ഭഗവത്ഗീതയുടെ ആശയങ്ങളെ നിങ്ങൾ നന്നായി മനസ്സിലാക്കി. എത്രയാണ് നമുക്ക് ഈ റൗണ്ടിൽ കിട്ടിയ മാർക്ക്? 40. ഈ റൗണ്ടിൽ നമുക്ക് 40 മാർക്ക് കിട്ടിയിരിക്കുന്നു. 2 റൗണ്ടിലും കൂടി നമ്മൾ 80 മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റൗണ്ട് വളരെ വിജയകരമായി അവസാനിച്ചു. ഇനി GVHSS മങ്കടയ്ക്കുള്ളതാണ്. ഇനി ലാസ്റ്റ് ചോദ്യം, ഒറ്റ ചോദ്യം, 10 മാർക്ക് കിട്ടൂല്ലയോ നോക്കാം. നിങ്ങളുടെ 5ാമത്തെ ചോദ്യം. സംഭവാമി യുഗേ യുഗേ, ഭഗവാന്റെ അവതാരത്തിനുള്ള കാരണം ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? സംഭവാമി യുഗേ യുഗേ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? എ, ഭക്തൻ ഭജിക്കുന്നത് കൊണ്ട്. ബി, ഭക്തനെ അനുഗ്രഹിക്കുവാൻ. സി, സാധുക്കളെ രക്ഷിക്കുവാൻ. ഡി, ലോകത്തെ സംഹരിക്കുവാൻ. ഇതിൽ ഏതാണ് കൃത്യമായ ഓപ്ഷൻ എന്ന് പറയുക. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. ഓപ്ഷൻ സി, സാധുക്കളെ സംരക്ഷിക്കാൻ. ഓപ്ഷൻ സി, സാധുക്കളെ സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുന്നു. ആലോചിച്ച് നോക്കാം ശരിയാണോ എന്ന്. എന്തായാലും ഞാൻ ലോക്ക് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ സി. ഭക്തൻ ഭജിക്കുന്നത് കൊണ്ട് ഭഗവാൻ വരാനുള്ള സാധ്യതയുണ്ട്. ഭക്തരെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ വരുന്നത്. പിന്നെ സാധുക്കളെ സംരക്ഷിക്കാൻ എത്ര ധൈര്യത്തോടെ പറഞ്ഞ എന്താ? പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതാണ് ഭഗവത്ഗീത വാക്യം എന്ന ധൈര്യത്തിലാണ് ഇത് പറഞ്ഞത് അല്ലേ? അതെ. അങ്ങനെ തന്നെയാണോ തീരുമാനിക്കുന്നത് ഭഗവത്ഗീത എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. ഉത്തരം ശരിയാണ്, സാധുക്കളെ സംരക്ഷിക്കാൻ. വളരെ ഭംഗിയായിട്ട് കൃത്യമായി ഭഗവത്ഗീതയിലെ അർത്ഥത്തിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്തിയത്. അപ്പോ 50 മാർക്ക് നേടി മങ്കട സ്കൂള്. നിങ്ങൾ 40 മാർക്ക് നേടി. കൃത്യമായി നിങ്ങളുടെ പക്ഷം കൃത്യമായി നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് 2 പേർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ ഈ വജ്രവ്യൂഹത്തിന്റെ ഒരു സമാപനത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരദ ചേച്ചിയെ വിളിച്ചാലോ? ശ്രേഷ്ഠ ചോദ്യങ്ങളൊക്കെ നല്ല കഷ്ടപ്പാടുള്ള ചോദ്യങ്ങളായിരുന്നു. അതാണ് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ഇവർക്ക് നല്ലോണം ഉത്തരം കിട്ടി. ഫുൾ മാർക്ക് കിട്ടി അല്ലേ? ഇവിടെ 10 മാർക്കേ 10 മാർക്ക്. കുഴപ്പമില്ല, സ്വാഭാവികം. ഇത്രയും കടുകട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ടീച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ നിവൃത്തിയില്ല. മൊത്തം കൺഫ്യൂസിങ് ആക്കാണ്. ആണോ? അല്ലേ? അത് തന്നെ വളരെ ഗംഭീരമായിട്ട് സെമിഫൈനൽ വരെ പഠിച്ചു വന്ന കുട്ടികളാണ്. അപ്പൊ അവര് അതിന്റെ എല്ലാ ഭാഗത്തൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ഓപ്ഷൻ ഏകദേശം ഒരേപോലെയൊക്കെ എനിക്കൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഓപ്ഷനൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഈശ്വര ഇവരെന്ത് പറയും, എനിക്ക് എന്നെ ഒന്നും മനസ്സിലാവണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. എന്നാലും അവർ ഇത്ര എത്തി അല്ലേ? നല്ല കുട്ടികൾ. അതെ. അപ്പൊ എന്തായാലും താങ്ക് യു ടീച്ചർ. ഇനി ഞാൻ ബാക്കി ഇവരെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാം. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യവും ഫുൾ മാർക്ക് കിട്ടി. പ്രാവശ്യം 10 മാർക്ക് പോയി. എന്നാലും ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു റൗണ്ടിന്റെ അഭിപ്രായങ്ങളും ഇതൊക്കെ നമുക്ക് ചോദിച്ചാലോ ആചാര്യസഭയുടെ അടുത്ത്? ചോദിക്കാം. സ്വാമിജി. നമസ്കാര. കുട്ടികൾ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. കൈരളി സ്കൂളിന് ഒരു ചോദ്യം തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് അവരുടെ പെർഫോമൻസ് തൊട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ഉത്തരം പറഞ്ഞത് എന്താണ് അനിത്യം എന്നുള്ളതിനാണ്. അനിത്യമായിട്ടുള്ളത് ആ ശ്ലോകം തുടങ്ങുന്നത് മാത്രാസ്പർശാസ്തു എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ വാക്കുകളാണ് അവർ ഉത്തരമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ആഗമാപായനം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഇപ്പോൾ ഈ ക്വിസിൻ്റെ രീതി അനുസരിച്ച് ശരി തെറ്റെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് കുറേ ശരിയുണ്ടാവും, കുറേ തെറ്റുണ്ടാവും. മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. പൂർണ്ണമായിട്ടൊരു കാര്യം തെറ്റ്, പൂർണ്ണമായിട്ടൊരു കാര്യം ശരി എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇവിടെ വാസ്തവത്തിൽ മാത്രാസ്പർശം എന്ന് പറയുമ്പോൾ തന്നെ അത് അനിത്യമാണ്. അതാണല്ല മാത്രാസ്പർശം എന്ന് പറയേണ്ട അർത്ഥം.
അല്പസമയം മാത്രം അനുഭവിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അത് ശരിയും എനിക്ക് കുറച്ച് ശരി മാർക്ക് കൊടുക്കേണ്ടതാണ്, പോട്ടെ. എങ്കിലും ഇവിടുത്തെ ക്യൂസിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു, അതിനെ വിഷമിക്കാനൊന്നുമില്ല. ഇവിടെ ഈ സംഭവാമി യുഗങ്ങൾ ഉത്തരം പറഞ്ഞപ്പം സാധുക്കളെ സംരക്ഷിക്കാന്ന് പറഞ്ഞു. ഈ സാധുക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? പാവപ്പെട്ടവരെന്നാണ് അർത്ഥം. ദുരിതം അനുഭവിക്കുന്നവരെന്നാണ് സാധു. അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഇത് പഠിക്കുന്നത് മലയാളത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും. ഈ സംസ്കൃതം മലയാളം തമ്മിൽ ഒരുപാട് സാമ്യം ഉണ്ടെങ്കിലും ചില പദങ്ങൾക്ക് അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ സാധു എന്ന് ഉദ്ദേശിക്കുന്നത് സജ്ജനങ്ങളെയാണ്. നല്ല ആൾക്കാർ, സജ്ജനങ്ങൾ, സന്മാർഗികൾ, അവരെയാണ് ഭഗവാൻ സംരക്ഷിക്കുന്നു പറയുന്നത്. ദുഷ്ടന്മാരെ സംരക്ഷിക്കുന്നു പറയുന്ന പോലെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നു. ദുഷ്ടന്മാരെ സംഹരിക്കുന്നു, സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരാളുടെ ധനത്തിൻ്റെ ശേഷിയല്ല ഇവിടെ കണക്കാക്കുന്നത്. നമ്മളിവിടെ മലയാളത്തിൽ സാധു എന്ന് പറയുമ്പോൾ പാവപ്പെട്ടൻ, പൈസ ഒന്നും ഇല്ലാത്തവരെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഗീതയിലൂടെ പറയുമ്പോൾ അങ്ങനെയല്ല. സന്മാർഗത്തിൽ ചരിക്കുന്നവരെയാണ് അവിടെ സാധുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഗീത മനസ്സിലാക്കും. ഇങ്ങനത്തെ കൂടെ ആ അർത്ഥ വ്യത്യാസം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നിങ്ങൾ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായിട്ടും രണ്ടു കൂട്ടർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ ഗീത മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി അന്തസാരത്തിലേക്ക് കടന്നു പോയി മനസ്സിലാക്കിയാൽ, ഇപ്പോൾ പുസ്തകത്തിൽ എഴുതി വെച്ച അർത്ഥം മാത്രം മനസ്സിലാക്കാതെ കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കിയാൽ കുറച്ച് നന്നായിരിക്കും. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. സർ, ഭഗവത്ഗീതയിലെ ഏതാനും ചില അധ്യായങ്ങളാണ് നേരത്തെ ഇവർക്ക് പഠിക്കാൻ കൊടുത്തത്. ആ അധ്യായത്തിലെ ശ്ലോകം മുഴുവൻ നന്നായി പഠിക്കുക അത് ദുഷ്കരമാണ്. പക്ഷെ അത് പഠിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, അതിനകത്തെ ഒരു വരിയുടെ ഒരു വാക്ക് ചോദിച്ചാൽ ബാക്കി പറയാൻ അവർ തയ്യാറാണ്. അത് അത്ഭുത സിദ്ധിയാണ് വാസ്തവത്തിൽ. അത് ഏത് ശ്ലോകം കേട്ടാലും അങ്ങനെ പറയാൻ അത്രയ്ക്ക് അനായാസമായിട്ടും ശ്ലോകം ഹൃദയസ്ഥമാക്കി ആശയം മനസ്സിലാക്കി മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ലക്ഷ്മി ടീച്ചർ ചോദിച്ച ചോദ്യങ്ങൾ പലതും ആ ഓരോ ശ്ലോകത്തിൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ രണ്ട് വാക്ക് അത്ര മാത്രമേ ഉള്ളൂ, ബാക്കി പറയൂ എന്നുള്ള ആശയത്തിലാണ്. അപ്പോഴും നിങ്ങൾക്ക് അനായാസമായിട്ടും രണ്ട് കൂട്ടത്തിൽപ്പെട്ടവർക്കും അനായാസമായിട്ടും എൻ്റെ ഉത്തരം പറയാൻ പറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മശക്തിയും ബൗദ്ധികമായ വ്യാപാരവും ഗീത നന്നായി പഠിച്ചു എന്നുള്ളതിനൊരു നല്ല തെളിവാണ്. എന്തായാലും പഠിച്ച് അവതരിപ്പിച്ച രണ്ട് കൂട്ടർക്കും ഏറ്റവും അധികം അഭിനന്ദനങ്ങൾ ഉണ്ടാകുന്നു. ഇനിയും നിങ്ങൾക്കിതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഭഗവത്ഗീത മുഴുവൻ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇതൊരു ക്വിസ് മത്സരത്തിന് വേണ്ടി മാത്രമാണെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത്രയും പഠിച്ചുവല്ലോ, അല്ലെങ്കിൽ ഇത് പഠിക്കില്ലായിരുന്നായിരിക്കും ചിലപ്പം. പക്ഷേ അതിന് സന്ദർഭം ഉണ്ടായത് വളരെ നന്നായി. ഇനിയും ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു സർ. ടീച്ചർ, ഈ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോഴേ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇതിലെ ഏതാണ്ട് 4 ഓപ്ഷനുകൾക്കും ഇതിൽ ഉത്തരം പറയാൻ പറ്റും എന്നുള്ളതാണ്. പലതിലെയും 4 ഓപ്ഷനുകളും നമുക്ക് ശരിയായ ഉത്തരത്തിനോട് അടുത്തു നിൽക്കുന്നവരാണ്. പക്ഷേ ശരിയായ ഉത്തരം ഈ 4ലും ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വേണം, അല്ലെ? 4 ഉത്തരത്തിനും ശരിയുടെ സ്വഭാവമുണ്ട്. പക്ഷേ കൂടുതൽ ശരിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും ശരിയായ ഉത്തരം. അപ്പോ ഈ ചോദ്യം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു, ഈശ്വര, ഇതെല്ലാം ശരിയാണല്ലോ, ഇതിലൊക്കെ ശരിയുടെ സാധ്യതകൾ ഉണ്ടല്ലോ. അങ്ങനെ ഭഗവത്ഗീതയിലെ ഏറ്റവും സൂക്ഷ്മമായ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. ഒരുപക്ഷെ സാമാന്യരായ കുട്ടികൾക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല, ഉറപ്പാണ്. ഈ ചോദ്യങ്ങൾ ആദ്യം വായിച്ചപ്പോൾ എനിക്കും അങ്ങനെയാ തോന്നിയത്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ചോദ്യം വായിച്ചപ്പോൾ സാമാന്യരായ കുട്ടികൾക്ക് ഇതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സെമിഫൈനലിലാണ്, നമ്മൾ കുറച്ചുകൂടി കൃത്യമായ റൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ അത്ര സാമാന്യരല്ല, നിങ്ങൾ വളരെ മിടുക്കന്മാരാണ്. ഈ കേരളത്തിലെ ഇന്ത്യയിലെ അനേകായിരം പേരിൽ നിന്നും നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റവും മിടുക്കനാണ് നിങ്ങൾ. അതാണ് നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അഭിനന്ദനങ്ങൾ. ഭഗവത്ഗീതയുടെ വളരെ കുറച്ച് 2 ചാപ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അർത്ഥവിശകലനം ചെയ്ത് തന്നെ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാകാം ഇതിന്റെ ചോദ്യകർത്താക്കൾ ഈ ചോദ്യം നിർമ്മിച്ചിട്ടുണ്ടാവുക. വളരെ ഗംഭീരമായി അതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. 2 ടീമിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു ടീച്ചർ. അപ്പോൾ നല്ല മാർക്കും കിട്ടി, നല്ല അഭിപ്രായങ്ങളും കേട്ടു, അല്ലേ? അവര് തന്നെ പറഞ്ഞു നല്ല കൺഫ്യൂസിങ് ആയിരുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? എന്തായാലും ഇനി വരുന്ന റൗണ്ടുകളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വജ്രവ്യൂഹം ദേ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം.
ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലെ മകരവ്യൂഹം ആരംഭിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആചാര്യസഭയിലെ മുരളിമേനോൻ ചേട്ടൻ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, പൂർത്തിയാവാത്ത പോലെയാണ്. അപ്പൊ മുരളി ചേട്ടൻ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്വാഗതം ചേട്ടാ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ഫ്ലോറിൽ പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകൾ വേണം. അപ്പൊ ആർട്ടിസ്റ്റുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ മഹർഷി വിദ്യാലയ പട്ടാമ്പി. രണ്ടുപേര് റെഡി ആയിട്ട് നിപ്പുണ്ട്. ആദ്യം തന്നെ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ? ബാലി, താര. നമ്മുടെ ടീമാണ് നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളെ തരുന്നത് അല്ലേ? പക്ഷെ ഈ ഒരു കഥാസന്ദർഭം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതും ഭയങ്കര ഒരു വെറൈറ്റി ഗെറ്റപ്പാണ്. എന്തായാലും നമ്മൾ സെമി ഫൈനൽ വരെ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഫീല്? വരും എന്ന് പ്രതീക്ഷിച്ചോ അതോ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയിൽ ഭയങ്കര ഭാഗ്യം തോന്നുന്നു, അപ്പൊ അതുകൊണ്ട് കൂടുതൽ എഫേർട്ട് ഇട്ടായിരുന്നോ ഈ ഒരു റൗണ്ടിനൊക്കെ? കൂടുതൽ പ്രാക്ടീസ് ചെയ്തു, കൂടുതൽ പ്രിപ്പയർ ചെയ്തു, കൂടുതൽ ടൈം റിഹേഴ്സ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലേ? ഇനിയിപ്പോ നേരെ അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം അല്ലേ? അപ്പൊ എന്തായാലും നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അഹല്യ ദ്രൗപദീ സീത താര മണ്ഡോദരീ തഥാ പഞ്ചകന്യാം സ്മരേത് നിത്യം മഹാപാപ വിനാശനം. അമരപതി സുത അരുണ നന്ദന അനുപമ ബലശാലി സമര സമയ സകല വൈരികൾ തൻ അർത്ഥബലമേകും താരാപതിയെ അംഗദ പിതാവേ സുഗ്രീവ ഭ്രാതാവേ ശ്രീരാമ ശരമേറ്റ് മുക്തി പ്രാപിച്ച ബാലിയെ നമിക്കുന്നേ. കിഷ്കിന്ധാധിപൻ വിജയിക്കട്ടെ. പ്രിയേ, പ്രിയനെ, അങ്ങ് അക്ഷമനായി കാണപ്പെടുന്നല്ലോ. എന്താണ് അങ്ങയെ അലട്ടുന്ന വിഷയം? എന്റെ പ്രിയൻ എന്തിനാണ് കച്ച കെട്ടുന്നത്? ഭവതി അറിഞ്ഞില്ലേ? ആ ധിക്കാരി ചതിയൻ പലവട്ടം മല്ല യുദ്ധത്തിലും ആയുധബല പരീക്ഷണത്തിലും തോറ്റോടിയിട്ടും വീണ്ടും വന്ന് നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇന്നു തന്നെ അവന്റെ കഥ നാം തീർക്കുന്നുണ്ട്. സ്വസഹോദരൻ സുഗ്രീവനെ കുറിച്ചാണോ പറയുന്നത്? ജ്യേഷ്ഠാനുജന്മാർ അന്യോന്യം സ്നേഹ ബഹുമാനങ്ങളോടെ വാഴുന്നതാണ് കുടുംബത്തിനും രാജ്യത്തിനും ശ്രേയസ്കരമെന്ന് എന്റെ പ്രിയതമൻ മനസ്സിലാക്കണം. സുഗ്രീവന്റെ ഈ തിരിച്ചുവരവ് എന്തുകൊണ്ട് എന്നതുകൂടി ആലോചിക്കേണ്ടതില്ലേ? എന്താലോചിക്കാൻ? അവന്റെ കാൽ പിടിച്ച് ചുഴറ്റി നിലത്തടിക്കുകയോ കൈ പിടിച്ച് തിരിച്ച് ശിരസ് നിലം മുട്ടിക്കുകയോ ചെയ്യാൻ എനിക്ക് നിമിഷങ്ങൾ മതി. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ കൂറ്റൻ വൃക്ഷം തന്നെ പിഴുതെടുത്ത് ആ ശിരസ് തന്നെ ഇല്ലാതാക്കാം. ഹരിത്, ഹരിത്, അങ്ങ് ക്ഷോഭം മൂലം അങ്ങയുടെ വിവേകം കൈവെടിയരുത്. അങ്ങക്ക് എന്റെ പ്രിയം രക്ഷിക്കണമെന്നും ഞാൻ ഹിതമേ പറയൂ എന്നതിനാൽ എന്റെ വാക്ക് തള്ളിക്കളയുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്നത് ഗൗരവത്തോടെ എടുത്താലും. പലവട്ടം തോറ്റോടി ബാലിയെ ഭയന്ന് ഋഷ്യമൂകാചലത്തിൽ കഴിഞ്ഞു വരുന്ന അദ്ദേഹം അങ്ങയെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നെങ്കിൽ എങ്ങനെ, എന്തുകൊണ്ട് ഈ ധൈര്യം പെട്ടെന്ന് വന്നുവെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങ് കോപം മാറ്റിവെച്ച് ഒന്ന് ചിന്തിക്കൂ. പെട്ടെന്ന് യുദ്ധത്തിന് പോകരുതെന്നാണ് എന്റെ അപേക്ഷ. താരേ, ഭവതിക്കിത് എന്തു പറ്റി? ധൈര്യവാനും ബലവാനുമായ ഞാൻ ആ വെല്ലുവിളി കേട്ട് കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കണമെന്നോ? സുശീലേ, കൈവിടും. നിനക്ക് എന്നോടുള്ള സ്നേഹവും ഭക്തിയും നാം അംഗീകരിക്കുന്നു. ചന്ദ്രനെ പോലെ തിളക്കമുള്ളവളാണു നീ. എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ മനസ്സിലാക്കുന്നവളുമാണ്. എന്റെ എല്ലാ ചിന്താഗതികളും കൃത്യമായി മനസ്സിലാക്കുന്ന ബുദ്ധിമതിയാണു നീ. ആര് നേരിട്ടെതിർത്താലും അവരുടെ പാതി ബലവും എന്നിലേക്ക് ലയിക്കുന്ന ആ ദിവ്യ ശക്തിയും പിതാവ് ദേവേന്ദ്രൻ സമ്മാനിച്ച ഈ പൊൻ താമരമാലയും എന്റെ പക്കൽ ഉള്ളിടത്തോളം കാലം ഈ ബാലി ആരെ ഭയക്കണം? പ്രിയേ, വഴിയൊരുക്കൂ.
അങ്ങ് കേൾക്കണം. നമ്മുടെ പുത്രൻ അംഗദൻ വനസഞ്ചാരത്തിനിടയിൽ ലഭിച്ച വാർത്ത എന്നോട് പങ്കുവച്ചിരുന്നു. അയോധ്യാധിപതിയായ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയ രാമഭഗ്നി സീതയെ അന്വേഷിച്ച് ദണ്ഡകാരണത്തിലെത്തി. അവിടെ സുഗ്രീവനുമായി സഖ്യം ചേർന്നുവെന്നാണ് വിവരം. എന്നെയും മകൻ അംഗദനെയും മാത്രമല്ല, ഈ കിഷ്കിന്ധയുടെ ആകെ സംരക്ഷണവും ക്ഷേമവും അങ്ങയുടെ കരങ്ങളിലാണ് എന്ന ചിന്ത വേണം. എന്തായാലും ഇന്ന് യുദ്ധത്തിന് പുറപ്പെടേണ്ട, ആലോചിച്ച് നാളെയാകാം. കൊള്ളാം കൊള്ളാം. ചാരന്മാരിൽ നിന്ന് ഞാനും കേട്ടിരുന്നു വിവരം. ശ്രീരാമചന്ദ്രൻ നാരായണ അവതാരമാണ്. ദുഷ്ടരെ വധിച്ച് ഭൂഭാരം തീർത്ത് ധർമ്മത്തെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ജന്മം കൊണ്ടിരിക്കുന്നത്. രാക്ഷസരുടെ രാജാവായ രാവണനെ പണ്ട് അടിയറവ് പറയിച്ചയാളാണ് ഞാനെന്ന് ശ്രീരാമൻ അറിയാം. ആദ്യം ശ്രീരാമൻ എന്നെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇതിനകം സീതാദേവിയെ വീണ്ടെടുത്തേനെ. ആ സുഗ്രീവനെ കൊണ്ട് ശ്രീരാമൻ എന്ത് കാര്യം? അതിനാൽ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടട്ടെ. ഭവതി എനിക്ക് അനുമതി നൽകിയാലും. കച്ചമുറുക്കി പുറപ്പെട്ട അങ്ങയ്ക്ക് നാം മംഗളം നേരുന്നു. അങ്ങയുടെ വിജയവാർത്ത കേൾക്കും വരെ ഈ ഉള്ളവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്നേഹം പോലെ, നാം കൊണ്ടു നടക്കുന്ന സത്യം പോലെ, നാം മുറുകെ പിടിച്ചിരിക്കുന്ന ധർമ്മം പോലെ അങ്ങേർപ്പെടുന്ന ഈ യുദ്ധവും വിജയിക്കുക തന്നെ ചെയ്യും. താരേ, ഭവതിക്കിതാ ഞാൻ വാക്കു തരുന്നു. സത്യവും ധർമ്മവും ഒരിക്കലും ഞാൻ കൈവെടിയില്ല. ഹോ രാമ, കിമർത്ഥമേവം കൃതം? നാഥ, 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 നാഥ. ഇത് രോദനം ചെയ്യേണ്ട വേളയല്ല. ദ്വന്ദ്വ യുദ്ധത്തിൽ എന്നെ വെല്ലാൻ ആരുമില്ല എന്ന് ഈ കിടപ്പിലും ഞാൻ ഉറപ്പു പറയുന്നു. എന്നാൽ രാമന്റെ അമ്പേറ്റാണ് ഞാൻ വീണത്. എന്തിനെന്നെ ഒളിയമ്പ് ചെയ്തു എന്ന് ഞാൻ രാമനോട് ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടിയും രാമൻ എനിക്ക് തന്നു. അതെനിക്ക് ബോധ്യമായി. ഇതൊളിയമ്പല്ല, രാമബാണമാണ്. ഭവതി എന്നെ വിലക്കിയില്ലേ? എനിക്ക് മുന്നറിയിപ്പ് നൽകിയില്ലേ? അതെല്ലാം കേട്ട് ശ്രീരാമൻ മറുപക്ഷത്തുണ്ടെന്നറിഞ്ഞ് സുഗ്രീവനുമായി സന്ധിക്ക് ഞാൻ തയ്യാറാകണമായിരുന്നു. എന്നും ധർമ്മത്തിന്റെ പക്ഷത്താണ് ശ്രീരാമൻ. ധർമാവതാരമാണ്. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. ഞാൻ ധർമ്മം വെടിഞ്ഞു. എന്റെ കായിക ബലത്തിലുള്ള അമിതമായ വിശ്വാസവും അതിന്റെ അഹന്തയും എന്നിൽ ധർമ്മബോധമില്ലാതാക്കി. രാജധർമ്മത്തിൽ പ്രധാനമായ സാമവും ദാനവും ഞാൻ മറന്നു. ഭേദവും ദണ്ഡവും മാത്രമായി എന്റെ മുറകൾ. അത്തരം ധർമ്മ ലംഘനങ്ങളുടെ ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. എന്നാൽ ഭവതി ദുഃഖിക്കരുത്. രാമന്റെ കയ്യാൽ രാമബാണമേറ്റ എനിക്ക് മരണമല്ല, മോക്ഷപ്രാപ്തിയാണ് ദേവി താരയെ ലഭിക്കുന്നത്. നമ്മുടെ മകൻ അംഗദനെ കാത്തുകൊണ്ട്, രാജ്യം രക്ഷിച്ചുകൊണ്ട്, ജനങ്ങളുടെ ക്ഷേമം സംരക്ഷിച്ചുകൊണ്ട്, എനിക്ക് പറ്റിയ പിഴവുകളില്ലാതെ ഈ രാജ്യം ഭരിക്കാൻ സുഗ്രീവന് വലം കൈയായി ഭവതി നിൽക്കണം. ഞാനിതാ സ്വർഗപ്രവേശനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഹേ രാമചന്ദ്രപ്രഭോ, ഈ ബാണം പറിച്ച് എന്നെ മുക്തരാക്കിയാലും, എന്നെ മുക്തരാക്കിയാലും. നാഥ, നാഥ, നാഥ.
പ്രിയനെ, ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യ വിയോഗ ദുഃഖം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. എങ്ങനെ ഉണ്ടായിരുന്നു? കരഞ്ഞു വഴിക്കായോ? ചെറുതായിട്ട്. ഇനിയിപ്പോ നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കളയാണ്ട് നേരെ നമ്മുടെ ആചാര്യസഭയുടെ അടുത്ത് ചോദിച്ചാലോ? അതല്ലേ നല്ലത്. സ്വാമിജി, ബാലി താരം ഗംഭീരമായിട്ടുണ്ട്. താരയ്ക്ക് ഒരു മാർക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നു. നല്ല ശോക ഭാഗമൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചു, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. രാമായണത്തില് ഇങ്ങനൊരു കഥാസന്ദർഭം വാസ്തവത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് 2 കഥാപാത്രങ്ങളെ കൊണ്ട് ആ കഥയുടെ സാരാംശം മുഴുവൻ ആവിഷ്കരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആ കാഴ്ചപ്പാടിനെ അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തതിന് ഒരു വേറെ കുറ്റങ്ങളൊന്നും അതിനകത്ത് പറയില്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ബാലിയെ ഒളിയം ചെയ്ത് കൊന്നു എന്നുള്ളുന്ന എല്ലായിടത്തും പരക്കെ പറയപ്പെടുന്ന ഒരു ചർച്ചാ വിഷയമാണ്. അപ്പം അത് ഇവിടെ ബാലി അത് വിശദീകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ബാലിയുടെ ഭാഗത്തുണ്ടായിരുന്ന അധർമ്മം എന്ന് പറയുന്നത് സുഗ്രീവന്റെ ഭാര്യയെ ഇഷ്ടമില്ലാതെ, ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യയെ സ്വന്തമാക്കി എന്നുള്ളതാണ് അവിടെ ഒരു അധർമ്മം പ്രവർത്തിക്കുന്നത്. ബാലി പ്രധാനമായിട്ട് ക്രോധം കൊണ്ടാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. ആ ക്രോധം, ആ ദേഷ്യം ആ സമയത്തിൽ പോകരുതെന്ന് വിലക്കിയിട്ടും അത് വഹിക്കാതെ പോവാണ്. അവിടെ ശ്രീരാമനെ നാരായണനായിട്ട് നേരത്തെ ബാലി മനസ്സിലാക്കിയിരുന്നോ എന്ന് സംശയമാണ്. രണ്ടാമത് തൻ്റെ ബലം നശിച്ചതിന് ശേഷം തൻ്റെ മരണത്തോട് അടുക്കുമ്പോൾ മാത്രമാണ് തൻ്റെ ബലത്തിൽ താൻ അമിതമായിട്ട് അഹങ്കരിച്ചു, ശരീരമല്ല നിത്യം ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് ശരീരബലത്തിലുള്ള അഹങ്കാരം നശിക്കുമ്പോഴാണ്. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഈശ്വരനാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാമായണത്തിൻ്റെ സന്ദർഭത്തിൽ. എങ്കിലും ഇത് വളരെ നന്നായിട്ട് ഇത് അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. സർ, രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കിഷ്കിന്ധകാണ്ഡത്തിലെ ഒരു രംഗം വളരെ സുന്ദരമായി ആവിഷ്കരിച്ചു. ഭാവാഭിനയം കൊണ്ടും അതേപോലെ നല്ല സംഭാഷണം കൊണ്ടും. ഇത് രണ്ടും ഒരു സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ 2 പ്രധാന ഘടകങ്ങളാണ്. അത് രണ്ടും ഇവർ ഉന്നതമായ രീതിയിൽ നിർവഹിച്ചു എന്നുള്ളത് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും നല്ല വിജയത്തിന് കാരണമായി. നല്ല സംഭാഷണം, നല്ല വേണ്ട വിധത്തിൽ അതിന് തക്ക ഭാവം. സംഭാഷണം ആവിഷ്കരിക്കുമ്പോൾ ഭാവം അതിന് ചേർന്നതായിരിക്കണം. അതിന് ചേർന്ന ഭാവത്തെ ആവിഷ്കരിക്കാൻ 2 പേർക്കും സാധിച്ചു. 2 പേരും അതിൽ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ചെറിയ കഥാംശത്തെ ഇത്ര സുന്ദരമായി ഈ രംഗത്ത് അവതരിപ്പിച്ച് ഞങ്ങളെയൊക്കെ കുറേ സമയം കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോയി ബാലിയുടെയും അതുപോലെ രാമൻ്റെയൊക്കെ സന്നിധി നിർത്താൻ സാധിച്ചത് നിങ്ങളുടെ അഭിനയ ചാതുരി കൊണ്ടാണ്. വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനേകം സ്കിറ്റുകൾ ചെയ്ത് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ, വളരെ വളരെ നന്നായിരുന്നു. നമ്മൾ ഒരു ഇതിഹാസത്തിലെ സന്ദർഭം ഇത് അവതരിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്താണല്ലേ, ആധുനിക കാലത്താണ് അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആണ് അല്ലെ. 2 വ്യക്തികൾ ചേർന്ന് ഒരു വലിയ സമൂഹത്തെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആരംഭിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആണ്. സാറ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്നത് നന്നായി നമ്മൾ ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ഉള്ളിലുള്ള ഭാവങ്ങളെ പൂർണ്ണമായും, താരയ്ക്ക് ആശങ്കകളുണ്ട്, തന്റെ ഭർത്താവ് യുദ്ധത്തിന് പോകുന്നതിനുള്ള ആശങ്കകളുണ്ട്. അപ്പോ കൃത്യമായി തന്റെ മനസ്സ് തുറന്ന സംഭാഷണം, കൃത്യമായി തന്റെ ഭാര്യയുടെ ആശങ്കകൾ മാറ്റിക്കൊണ്ടുള്ള മറു ചിന്തകൾ, അപ്പോൾ കൃത്യമായി കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം, പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ കുടുംബജീവിതത്തിൽ ഹൃദയം തുറന്ന ആശയങ്ങൾ പങ്കുവെച്ച്, അത് ദേഷ്യമായാലും സങ്കടമായാലും നമ്മുടെ എല്ലാ വികാരങ്ങളും അതിന്റെ ഭാവങ്ങൾ മുഴുവനും വരികയും
അത് സമീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാവണം കുടുംബം. അതിനുള്ള സ്പേസ് കിട്ടാതിരുന്നിട്ട് നമ്മൾ കുടുംബം വ്യവസ്ഥകൾ ഇന്ന് ശിഥിലമാകുന്നു, കുടുംബം ശിഥിലമാകുന്നു എന്ന് പറയരുത്. അപ്പൊ ഇതിഹാസ കഥാപാത്രങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. താരെ പോലെ ധീരയായ ഒരു കഥാപാത്രത്തെ നമുക്ക് ഇതിഹാസത്തിൽ അത്യപൂർവമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ബാലിക്ക് കൃത്യമായ ഒരു മറുപാതിയായിരുന്നു താര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഭാഷണം, അത് കുടുംബജീവിതത്തിന് നൽകുന്ന ഒരു കരുത്തൊക്കെ നിങ്ങൾ ചെയ്തു. ഇനി നാടകം എന്ന നിലയിൽ വളരെ കൃത്യമായി രസകരമായി പുരോഗമിച്ചു പോയി. നല്ല സ്ക്രിപ്റ്റ്, രണ്ടുപേരുടെയും അഭിനയം. എനിക്ക് ആദ്യം താര ഇങ്ങനെ കുറേ സമയം താര ചിരിച്ചോന്ന് എനിക്ക് തോന്നി. പക്ഷെ അവസാനത്തേക്കൊക്കെ വന്നപ്പോഴേക്കും താര തൻ്റെ ആ ലെവലിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നു. അപ്പോൾ രണ്ടും കൂടി മനോഹരമായി ആ സ്ക്രിപ്റ്റ് കൊണ്ട് അതിൻ്റെ ഒരു ഗംഭീരമായ ഭാവത്തെ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളുടെ അഭിനയവും അതിഗംഭീരമായിരുന്നു. വളരെ നല്ല സ്കിറ്റാണ്. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ. നമസ്കാരം. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. രണ്ട് ആക്ടേഴ്സും വളരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇതിന്റെ തുടക്കം അനൗൺസ്മെന്റും ശ്ലോകവും അതാരാണ് ചെയ്ത് അസലായിരുന്നു, നന്നായിരുന്നു. ബാലിയുടെ തുടക്കം സ്റ്റിൽ കീപ്പ് ചെയ്ത് നന്നായിരുന്നു കേട്ടോ. എന്താ പേര്? സാധിക. നന്നായിരുന്നു. അത് ഈ ആ ശ്ലോകമൊക്കെ വരുമ്പോഴും യു ജസ്റ്റ് കെപ്റ്റ് വൺ ലുക്ക് ആൻഡ് ദെൻ അത് ആ ഒരു ഇരുത്തത്തിൽ തന്നെ എനർജി ഉണ്ടായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ പെർഫോമൻസിനെ 2 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. രണ്ട് ഭാഗമായിരുന്നു ഇത്, 2 എമോഷൻസ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. അപ്പോൾ ഫസ്റ്റ് ഹാഫാണ് ഞാൻ പറയുന്നത്. സാധിക, നിങ്ങളുടെ കുഴപ്പമല്ല, അത് പലപ്പോഴും പിന്നെ താര ഇങ്ങോട്ട് നിന്ന് നിങ്ങൾ സ്റ്റേജിൽ നിന്ന് കുറച്ച് ബാക്കില് താര കുറച്ച് യു ലുക്ക് അറ്റ് താര. ഇപ്പം എനിക്ക് മോളെ കാണാനില്ല, മനസ്സിലാവുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് യുവർ എക്സ്പ്രഷൻസ്, ലുക്ക് അറ്റ് ഹർ, മോസ്റ്റ് ഓഫ് യുവർ എക്സ്പ്രഷൻസ് were like that. So it's called upstaging. മാളവികയുടെയോ സാധികയുടെയോ കുഴപ്പമല്ല അത് നിങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ ഒട്ടനവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് യു ആർ ഫേസിങ് ഹർ ലൈക്ക് ദാറ്റ് ആൻഡ് ടോക്കിംഗ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വൃക്ഷം എന്നുള്ള ഡയലോഗില്ലേ ആദ്യത്തെ പറയുന്നത്, അത് കുറച്ച് തിരക്കിട്ടു മോള്, മനസ്സിലായില്ല? അതിൻ്റെ ഒരു വൃക്ഷമെടുത്തടിക്കും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം അത് പുഴച്ചെടുത്തടിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് ആക്ട് ചെയ്യാവുന്ന സാധനമായിരുന്നു അത്. അവിടെ നിങ്ങളുടെ ഡയലോഗ് ഡെലിവറി നല്ല ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഈ ആക്ടേഴ്സ് കെമിസ്ട്രി എന്ന് പറയുവാന് രണ്ടുപേരും തമ്മിൽ ഗിവ് ആൻഡ് ടേക്ക് നന്നായിരുന്നു. ബട്ട് ഒരു പ്രോബ്ലം എനിക്ക് ആ ഫസ്റ്റ് പോർഷനിൽ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത്, യു ആർ സ്റ്റാറ്റിക്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടുപേരും അപ്പം നിൽക്കുന്ന അവിടുത്തെ തന്നെയാണ് നിൽക്കുന്നത്. ദർ ഇസ് നോ മൂവ്മെന്റ്സ്. അപ്പം ചില സ്ഥലത്തൊന്ന് മൂവ് ചെയ്യാം, ഒരാളൊന്ന് മൂവ് ചെയ്യാം, അടുത്ത ആളൊന്ന് ഫോളോ ചെയ്യാം. അങ്ങനെയുള്ള കൊറിയോഗ്രാഫി കൂടി അവിടെ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ എല്ലായിടത്തും ഇല്ല, ചില സ്ഥലത്ത് ഒരു പഴയ നാടക ഹാങ് ഓവർ ഡയലോഗ് ഡെലിവറിയിൽ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ചില സ്ഥലത്തിട്ടോ ഞാൻ അത് നോട്ടീസ് ചെയ്തിട്ടില്ല, അത് എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് ചില സ്ഥലത്തുണ്ടായിരുന്നത്. ഈ സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഇതിൻ്റെ ഒരു ഗംഭീര പീസ് ഞാൻ കണ്ടിട്ടുണ്ട്, ബാലീസ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ കേട്ട് കാണുമെന്ന് അറിയില്ല. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാക്യാർ. കേട്ടിട്ടുണ്ടോ പേര്? കേൾക്കാൻ വഴിയില്ല, നിങ്ങൾ സിനിമാ നടന്മാരുടെ പേര് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഈ അമ്മന്നൂർ മാധവ ചാക്യാർ ഇതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ, ബാലി വസത്തിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ, അതായത് ഒരു 3 മണിക്കൂറിലേക്കാക്കി. എന്നുവെച്ചാൽ ഇത് രാത്രി തൊട്ട് രാവിലെ വരെ കളിക്കേണ്ടത് 3 മണിക്കൂറിലേക്കാക്കി. അവസാനത്തെ 1.5 മണിക്കൂറാണ് ഈ അമ്മന്നൂർ മാധവ് ചാക്യാർ മരിക്കാനെടുത്തത്. 1.5 മണിക്കൂർ വിത്ത് സട്ടിൽ ഡീറ്റെയിൽസ്. അന്തം വിട്ട് കണ്ടിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. എന്നെ അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഇതിൽ വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ വന്നു, ദെൻ യു ആർ ഡൗൺ അല്ലേ? നിങ്ങൾ വന്ന് ഇരുന്ന് മടിയിൽ കിടക്കുന്നു. അവിടുന്ന് ഒരിക്കലും എണീക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ. ആ എണീറ്റോട് കൂടി ആ ഡെത്ത് എന്നുള്ള അവിടെ അവസാനമാണേ. അങ്ങനെ ഓരോ ശ്വാസം എടുത്ത് അങ്ങ് തീരാൻ പോവുകയാണ്. അപ്പോൾ ഡയലോഗും അതുപോലെ തന്നെ കുറയണം.
മനസ്സിലായില്ലേ? കാരണം പിന്നെയൊക്കെ ചില ഡയലോഗ്സ് ഒക്കെ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, അവസാനം വരാൻ പാടുള്ളൂ. അവിടെയും കിടക്കുക തന്നെയാണ്, ഒരിക്കലും എണീക്കാൻ പാടില്ലായിരുന്നു അവിടെ എണീറ്റോട് കൂടി യു ആർ അഗെയിൻ സ്ട്രോങ്. അതിന്റെ പാത്തോസ്, അതിന്റെ ശോകം. അപ്പൊ ആദ്യത്തെ നിങ്ങളുടെ ഫസ്റ്റ് ഹാഫ് വീരമായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് ശോകമാണ്. ഇതിന്റെ ശോകം മുഴുവനും നമുക്ക് കിട്ടണമെങ്കിൽ അത് അവിടെ തന്നെ തീരണം, ഒരിക്കലും എഴുന്നേൽക്കാൻ പാടില്ല. മനസ്സിലല്ലേ? അപ്പൊ ഇവിടെ പിന്നെ ഈ സ്റ്റേജിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുകളിൽ പല ഭാഗത്തു നിന്നൊക്കെ ക്യാമറ ആംഗിളിലൊക്കെ വരുന്നതുകൊണ്ട് കാണാനും നല്ല രസമായിരിക്കും. അവിടെ ചെയ്ത മ്യൂസിക്കിൽ ഒരു വല്ലാത്ത വയലിൻ വന്ന് കയറി. അപ്പൊ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ കഥകളിൽ ആ വെസ്റ്റേൺ മ്യൂസിക് വരുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നെ നേരെ അങ്ങോട്ട് വെസ്റ്റിലേക്ക് കൊണ്ടുപോകും. സെലക്ഷൻ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നല്ല ഫ്ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ആ മ്യൂസിക്കും കറക്റ്റാണ്, പക്ഷേ ആ ഇൻസ്ട്രുമെന്റ് വാസ് റോങ്. മനസ്സിലായില്ലേ? ഇറ്റ് ടുക്ക് മീ അവേ ഫ്രം ദിസ്. മനസ്സിലായില്ലേ? ആ ഇന്ത്യൻ ഫ്ലൂട്ട് മാത്രമായിട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ ആവുമായിരുന്നു. എനിവേ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പഠനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു രണ്ടുപേരുടെയും പെർഫോമൻസ്, രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തു. എനിവേ, വെരി ഗുഡ്, വെൽ ഡൺ. താങ്ക് യു. താങ്ക് യു മുരളി ചേട്ടാ. അപ്പോ ബാലിയും താരയും ഹാപ്പിയാണോ? ആണ്. കമന്റ്സിൽ ഹാപ്പിയാണ്. ആണ്. അപ്പൊ ഇനിയിപ്പം മാർക്സിലും കൂടെ അവരെ ഹാപ്പി ആക്കും നോക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10 8.5. 8.5 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ? ഔട്ട് ഓഫ് 10 8 ഔട്ട് ഓഫ് 10. ലക്ഷ്മി ടീച്ചർ? 10ൽ 7.5 മാർക്ക്, 7.5. 7.5 മാർക്ക്. ഇനി മുരളി ചേട്ടൻ 20 മാർക്കിലാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത്. മുരളി ചേട്ടൻ ഔട്ട് ഓഫ് 20? 20ൽ 17 മാർക്ക്. 17 മാർക്ക്. ഇനി ടോട്ടൽ എത്രയാന്ന് നോക്കാം. അപ്പോ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 50ൽ 41 മാർക്ക്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? പ്രത്യേകിച്ച് നമ്മളൊരു സെമി ഫൈനലിലാണ് നിൽക്കുന്നത്. കോമ്പറ്റീഷൻ ഇങ്ങനെ ടഫായി ആ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ മാർക്ക് പിടിച്ചേ തരുള്ളൂ. അപ്പൊ നല്ല മാർക്ക് തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത റൗണ്ടുകൾ ഇതിനേക്കാളും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുമല്ലോ അല്ലേ? എന്തായാലും ഇനിയുള്ള റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നത്തെ 2 റൗണ്ടുകൾ മനോഹരമായി തന്നെയാണ് അവസാനിച്ചത്. ആദ്യത്തെ വജ്രവ്യൂഹത്തിൽ വാശിയേറിയ മത്സരം തന്നെ നമ്മളുടെ കുട്ടികളെ കാഴ്ചവെച്ചു. അതിനുശേഷം മകരവ്യൂഹത്തിൽ താരയുടെയും ബാലയുടെയും ജീവിതത്തിലെ ഒരു കഥാസന്ദർഭം ഇവർ ആവിഷ്കരിച്ചു കണ്ടു. അങ്ങനെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്കും നന്ദി.